മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവാദങ്ങൾ എന്നും കേരളത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാകണം അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല രാഷ്ട്രീയ വിമർശനങ്ങളും വിവാദങ്ങളും നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്നത് മലപ്പുറം എന്ന ജില്ല വിഭജിക്കണമെന്നാണ്. നേരത്തെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെ മുസ്ലിം ജമാഅത്തും കേരള മുസ്ലിം ജമാഅത്തും മലപ്പുറം വിഭജിച്ച് രണ്ടാക്കണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് സാധ്യമാകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നല്ല, മലപ്പുറം പോലെ ഒരു ജില്ലയെ വിഭജിക്കുന്നത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? അല്ല, കാലാകാലങ്ങളായിട്ട് എല്ലാ ഘട്ടത്തിലും തലപൊക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ മലപ്പുറം വിഭജിച്ച് 2 ജില്ലയാക്കും, 14 എന്നുള്ളത് 15 ജില്ലകളിലേക്ക് പോകുമെന്നൊരു സാഹചര്യമൊക്കെ. പക്ഷെ ഇത് നേരത്തെ നമുക്കറിയാം, ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് 47 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഈ പരിമിതമായ സാഹചര്യങ്ങൾ ആണ് ഉള്ളതെന്നാണ് ഇത്തരത്തിൽ ഇത് വിഭജിക്കണമെന്ന് പറയുന്ന നേതാക്കന്മാർ പറയുന്നത്. അല്ല, ഒരു കാരണമുണ്ട്. കേരളത്തിലെ മറ്റു പല ജില്ലകളിലും 8 മുതൽ 12 ലക്ഷം വരെയാണ് ഈ പറഞ്ഞ ജനസംഖ്യ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മലപ്പുറം പോലെ ഒരു ജില്ലയിൽ അതിന് 4 ഇരട്ടിയോളമാണ് ഈ പറയുന്ന ജനസംഖ്യ വരുന്നത്. 47 ലക്ഷം എന്ന് പറയുമ്പോൾ അത്രത്തോളം ആളുകൾക്കുള്ള സൗകര്യം ആ ഒരു ജില്ലയിൽ ഉണ്ടോ എന്നുള്ളത് ചോദ്യം തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിലൊരു ജില്ല, അതും ഒരു മുസ്ലിം മതവിഭാഗങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ വർഗീയത കുത്തി നിറയ്ക്കാൻ പല നേതാക്കന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയായ മലപ്പുറം പോലെ ഒരു സ്ഥലം വിഭജിച്ച് മാറണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ സമ്മതിക്കുമോ? അല്ല, അത്തരത്തിലുള്ള ആലോചനകളൊന്നും ഇതുവരെയും സർക്കാർ തലത്തിലോ ഗവേണൻസ് തലത്തിലോ നടന്നിട്ടില്ല. പക്ഷെ നോക്കൂ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റിമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അഭിപ്രായപ്പെടുന്നത് ഖത്തർ ലോക സമ്പന്ന രാജ്യം, ഒപ്പം സിംഗപ്പൂരും ബ്രൂണോയും അറിയാം. 10 രാജ്യങ്ങളുടെ പട്ടിക കേരളത്തിലെ പല ജില്ലകളിലും 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയാണ് ജനസംഖ്യ. ഇതിന്റെ 4 ഇരട്ടി വരും മലപ്പുറത്തെ ജനങ്ങൾ. പ്രവാസികളുടെ എണ്ണം കൂടി ചേർക്കുമ്പോൾ സംഖ്യ ഇനിയും ഉയർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമാകുന്നില്ലെന്ന് ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്ന എല്ലാവരും അഭിപ്രായപ്പെടുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള, അതായത് ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ കിട്ടുന്നില്ല, അതേപോലെ തന്നെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള പോഷണം കിട്ടുന്നില്ല, വിദ്യാഭ്യാസത്തിനുള്ള രീതികൾ മാറുന്നു, അധ്യാപകർക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെടുന്നു, അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവർ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മലപ്പുറം പോലൊരു സ്ഥലമായതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇതിനു മുൻപും പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ വിഭജനം ആവശ്യമാണ്, അല്ലെങ്കിൽ അതെ വിഭജിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല വരണം, തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഗ്രാമീണ മേഖലകൾ ചേർത്തുകൊണ്ടൊരു ജില്ല വരണം, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഇതിന് മുൻപ് 14 ജില്ലകൾ, അതിപ്പോ ഈ 3 ജില്ലകളിലൂടെ വരുമ്പോൾ 17 ജില്ലകൾ, മൊത്തം 17 ജില്ലകൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സാമ്പത്തിക സന്തുലിതാവസ്ഥ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തിരുവനന്തപുരത്തെ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ച് ജില്ലാ രൂപീകരണം എന്ന ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. അതായത് നെയ്യാറ്റിൻകര ഭാഗം പാറശാല അങ്ങോട്ട് വേറൊരു ജില്ലയാക്കണമെന്നും മലപ്പുറത്ത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഈ പുതിയ ജില്ല വേണമെന്നുള്ളത്. പക്ഷേ അതൊന്നും സർക്കാർ ഇതുവരെ കൈക്കൊണ്ടില്ല. ഈ തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്നാണ് നേരത്തെ, അതായത് കുറുക്കോളി മൊയ്തീൻ MLA ആവശ്യപ്പെട്ടത്, ഇപ്പോഴും ആവശ്യപ്പെടുന്നു. ജില്ല വിഭജിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലൊരു ജില്ല തിരിക്കുമ്പോൾ അവിടെ, അതായത് ഒന്നുകിൽ തന്നെ തെക്കൻ വടക്കൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ തന്നെ തെക്കനെയും മൂർക്കനെയും കണ്ടാൽ ആദ്യം അടിക്കണമെന്നൊരു സാഹചര്യമൊക്കെ, അവരെ തെക്കോട്ടും വടക്കോട്ടുമുള്ള ആൾക്കാരെ മറ്റൊരു തരത്തിലാണോ കാണുന്നതെന്ന സംശയം പല ജനങ്ങൾക്കും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ട്രോളുകളും ഒക്കെ നിറയാറുണ്ട്. ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുതിയ ജില്ലയ്ക്ക് വേണ്ടി പ്രമേയം പാസ്സായിരുന്നു. അതായത് ഈ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ നമ്മുടെ അമ്പുക്ക PV അൻവർ അസോസിയേറ്റ് പാർട്ണർ ആയതിനു ശേഷം ഇത്തരത്തിൽ ഇതിനുള്ള നീക്കം സജീവമാക്കുമെന്നാണ് അവർ നേരത്തെ. കാരണം ഇതിനു മുൻപ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ
അതിന് പിന്നാലെ ഇപ്പോൾ അതിന്റെ നേതാവായിരുന്ന അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടിരുന്നു തൃണമൂലിനെ നയിച്ചുകൊണ്ടിരുന്ന PV അൻവർ കോൺഗ്രസിലെ അസോസിയേറ്റ് അംഗമായി വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു പാർട്ടി മാത്രം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇതിന് മറ്റു പല സ്ഥലങ്ങളിൽ മറ്റു പല കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ്. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ഇത്തരത്തിൽ മലപ്പുറം പോലെ ഒരു ജില്ലയുടെ വിഭജനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിലും പ്രത്യേക പ്രചാരണങ്ങൾ നടക്കുമ്പോൾ പോലും അതിലും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്നുള്ളതാണ്. ഇവർ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് മറ്റു പല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പലയിടങ്ങളിലെയും വിഭജനവും അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും പുതിയ ജില്ല രൂപീകരണവും ഒക്കെ ഈ പ്രചാരണത്തിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതിന് എത്രത്തോളം അംഗീകരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മലപ്പുറം പോലൊരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ 47 ലക്ഷം ജനസംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അവിടെയുള്ള ജനങ്ങൾ അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ പ്രവാസികളുടെ കണക്കെടുക്കുമ്പോൾ അത് 50-ന് മുകളിൽ പോയാൽ പോലും അവരെ നോക്കിയാണ് ഇനിയൊരു വിഭജനവുമായി മുന്നോട്ട് പോയാൽ അത് വീണ്ടും മലപ്പുറം ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രം എന്ന് പറയുന്നിടത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മുസ്ലിം ഏകീകൃതമാകുന്നു എന്നുള്ള ഒരു നിലയിലേക്കുള്ള കാര്യങ്ങൾ പോകാനും വർഗീയതയ്ക്ക് കൂടുതൽ സാധ്യതകൾ വരാനും സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ഹർഷ പറഞ്ഞതുപോലെ ഒരു ഭിന്നിപ്പിനുള്ള സ്വരമാണ് ഇപ്പോൾ ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കോണുകളിൽ നിന്ന് മാത്രമാണ് ഈ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത്. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും കേരള സമൂഹം അംഗീകരിക്കില്ല. അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ഇപ്പോൾ UDFന്റെ ഗവൺമെന്റ് ആയാലും LDFന്റെ ഗവൺമെന്റ് ആയാലും ഇനി BJP ഇനി ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവരിനി ഭാവിയിൽ സർക്കാർ ഉണ്ടാക്കിയാലോ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി വരുമ്പോഴോ ബില്ല് പാസ്സാക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള അവകാശം അവർ ഉപയോഗിക്കുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ട ഒരു സാഹചര്യം. മറ്റൊരു കാര്യം നോക്കൂ, കേന്ദ്രത്തിന് ഇതിൽ ഇടപെടാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർ കൃത്യമായി ഇടപെട്ട് മലപ്പുറത്തിനെ രണ്ടാക്കണമെന്നുള്ള ഈ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അത് അവർ കൃത്യമായി ഉപയോഗിക്കുകയും അതിൽ നിന്ന് അവർ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ UPയിലായാലും ഡൽഹിയിലായാലും അവർ ഈ ന്യൂനപക്ഷങ്ങളെ ഇണക്കിയും പിണക്കിയും പ്രീണിപ്പിച്ചും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലും അതുമായി ബന്ധപ്പെട്ടുള്ള അലയൊളികൾ അവർ കേരളത്തിലേക്ക് അധികാരത്തിൽ വന്നാൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ എന്ന് സംശയിക്കുന്നവരെ തെറ്റ് പറയാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമാണ്. കേരളത്തിൽ എന്തായാലും നിലവിൽ 14 ജില്ലകൾ മതി. ഇപ്പോൾ ഇവിടെ കേരളത്തിന് ഒരു ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ ചെറിയ കുസൃതികളും മണിയാശാന്റെ നാക്കു ഉളുക്കും അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഇപ്പോൾ മഹാപാതകമായി കാണുന്ന പല വിഷയങ്ങളും കൊണ്ട് അതിനെപ്പറ്റി ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സൗന്ദര്യം 14 ജില്ലകളിൽ തന്നെ നിൽക്കട്ടെ. നമ്മളൊക്കെ പഠിച്ച് കേട്ടറിഞ്ഞ് നമ്മളൊക്കെ സഞ്ചരിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ മനുഷ്യന്റെ ഇടയിലേക്ക് ഒരു വേർതിരിവ് ഉണ്ടാക്കാതിരിക്കാൻ ജില്ലകൾക്കൊരു രൂപീകരണം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം.